Welcome to Brilliant Brains, where every day is a new adventure to learn, think, and grow. Let's have fun together. ഇന്ന് നമ്മൾ 7ാം ക്ലാസ് സോഷ്യൽ സയൻസിലെ ആദ്യ ചാപ്റ്ററായ മധ്യകാല ഇന്ത്യയിലെ ആദ്യ ഭാഗമായ മുഗൾ സാമ്രാജ്യം മുഗൾ രാജവംശം വളരെ ലളിതമായിട്ട് റിവൈസ് ചെയ്യാൻ പോവുകയാണ്. ഓണപരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പ്രധാന പോയിൻറ്റ്സുകളും ഈ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ. അതായത് മധ്യകാല ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാജവംശങ്ങളിൽ ഒന്നായിരുന്നു മുഗൾ രാജവംശം എന്ന് പറയുന്നത്. ആദ്യം നമുക്ക് മുഗൾ സാമ്രാജ്യത്തിൻ്റെ തുടക്കം എങ്ങനെയായിരുന്നെന്ന് നോക്കാം അല്ലേ. അതിനു മുമ്പ് നമുക്ക് നമ്മുടെ ഈ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഫസ്റ്റ് തന്നെ 2 പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇത് ഏതൊക്കെ? ഇത് ഒരു എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതായത് ഈ 2 പിക്ചർ തന്നിട്ട് ഇത് ഐഡൻറ്റിഫൈ ചെയ്യാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യത്തെ എന്താണ്? ചെങ്കോട്ടയാണ് അല്ലേ. അതായത് മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ്റെ ഭരണകാലത്ത് ഡൽഹിയിൽ നിർമ്മിച്ചതാണ് ചെങ്കോട്ട. ഓർത്ത് വെക്കുക കേട്ടോ. ഷാജഹാൻ്റെ ഭരണകാലത്ത് ഡൽഹിയിൽ നിർമ്മിച്ചതാണ് ചെങ്കോട്ട എന്ന് പറയുന്നത്. അടുത്തത് എന്താണ്? ഹംപിയാണ് അല്ലേ. അതായത് വിജയനഗരത്തിൻ്റെ തലസ്ഥാനമായ ഹംപിയുടെ ചിത്രമാണ് രണ്ടാമതായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. അതായത് ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് മുഗൾ ഭരണം. 1526 മുഗൾ ഭരണം സ്ഥാപിച്ചത് ആരാണ്? ബാബറാണ് കേട്ടോ. ഓർത്ത് വയ്ക്കണം. 1526 മുഗൾ ഭരണം സ്ഥാപിച്ചത് ആരാണ്? ബാബറാണ്. ഇനി അതുപോലെ മുഗൾ ഭരണത്തിലെ ഭരണാധികാരികൾ ആരൊക്കെയാണെന്നാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അത് അതിൻ്റെ ഓർഡർ അനുസരിച്ചാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അവരുടെ കാലഘട്ടമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ബാബർ, ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, അതുപോലെ ഔറംഗസേബ്. ഇവരാണ് മുഗൾ ഭരണം ഭരിച്ചിരുന്ന ഭരണാധികാരികളും അവരുടെ കാലങ്ങളും അല്ലേ. ഇതിൻ്റെ ഇയർ പ്രത്യേകം പഠിച്ചു വയ്ക്കുക കേട്ടോ. എല്ലാവരുടെയും ഇയർ കറക്റ്റായിട്ട് പഠിച്ചു വയ്ക്കുക. ഇനി നമുക്ക് അടുത്തത് നോക്കാനുള്ളത് എന്താണ്? പാനിപ്പത്ത് യുദ്ധം അല്ലേ. മുഗളന്മാരും ഒന്നാം പാനിപ്പത്ത് യുദ്ധമാണ് അടുത്തത് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ മുഗൾ എന്ന പേര് ഉത്ഭവിച്ചത് ഏത് പദത്തിൽ നിന്നാണ്? മംഗോൾ എന്ന പദത്തിൽ നിന്നാണ് മുഗൾ എന്ന പേര് ഉത്ഭവിച്ചത്. അതായത് 16ാം നൂറ്റാണ്ടിൽ യൂറോപ്യന്മാരാണ് ഈ രാജവംശത്തെ മുഗൾ എന്ന പേരിട്ട് വിളിച്ചത്. ഓർത്ത് വെക്കുക കേട്ടോ. 16ാം നൂറ്റാണ്ടിൽ യൂറോപ്യന്മാരാണ് ഈ രാജവംശത്തെ മുഗൾ എന്ന പേര് വെച്ച് വിളിച്ചു തുടങ്ങിയത്. ലോധി വംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയായ ഇബ്രാഹിം ലോധിയും, അതായത് അവസാനത്തെ ഭരണാധികാരിയാണ് കേട്ടോ. ലോധി വംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയായ ഇബ്രാഹിം ലോധിയും കാബൂളിലെ ഭരണാധികാരിയായിരുന്ന ബാബറും 1526 ഹരിയാനയിലെ പാനിപ്പത്തിൽ വെച്ച് ഏറ്റുമുട്ടി. ഈ ഏറ്റുമുട്ടലിനെയാണ് പിന്നീട് പാനിപ്പത്ത് യുദ്ധം എന്ന് വിശേഷിപ്പിച്ചത്. ഓർത്ത് വെക്കാട്ടെ. ആരൊക്കെ തമ്മിലായിരുന്നു ഏറ്റുമുട്ടിയിരുന്നത്? ലോധി വംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയായിരുന്ന ഇബ്രാഹിം ലോധിയും അതുപോലെ കാബൂളിലെ ഭരണാധികാരിയായിരുന്ന ബാബറും. ഏത് ടൈമിലാണ്? ഇയർ പ്രത്യേകം ഓർത്ത് വെക്കാട്ടോ. 1526 എവിടെ വെച്ച്? ഹരിയാനയിലെ പാനിപ്പത്തിൽ വെച്ച് ഏറ്റുമുട്ടി അല്ലേ. ഈ ഏറ്റുമുട്ടലിനെയാണ് പിന്നീട് പറയുന്നത്? ഒന്നാം പാനിപ്പത്ത് യുദ്ധം എന്ന് വിശേഷിപ്പിച്ചത്. ഈ യുദ്ധത്തിലൂടെയാണ് ബാബർ ഇന്ത്യയിൽ മുഗൾ ഭരണം സ്ഥാപിച്ചത്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്, ഒന്നാം പാനിപ്പത്ത് യുദ്ധം. അത് ഇത്രയെങ്കിലും ഓർത്ത് വെക്കണം കേട്ടോ. അതായത് മുഗൾ എന്ന പേര് ഉത്ഭവിച്ചത് ഏത് പദത്തിൽ നിന്നാണ്? മംഗോൾ എന്ന പദത്തിൽ നിന്നാണ് മുഗൾ എന്ന പേര് ഉത്ഭവിച്ചത്. അതുപോലെ 16ാം നൂറ്റാണ്ടിൽ യൂറോപ്യന്മാരാണ് ഈ വംശത്തെ മുഗൾ എന്ന പേര് വെച്ച് വിളിച്ചു തുടങ്ങിയത്. അതുപോലെ ലോധി വംശത്തിൽ അവസാനത്തെ ഭരണാധികാരിയായ ഇബ്രാഹിം ലോധിയും കാബൂളിലെ ഭരണാധികാരിയായിരുന്ന ബാബറും 1526 ഹരിയാനയിലെ പാനിപ്പത്തിൽ വെച്ച് ഏറ്റുമുട്ടി. ആ ഏറ്റുമുട്ടലിനെയാണ് ഒന്നാം പാനിപ്പത്ത് യുദ്ധം എന്ന് വിശേഷിപ്പിക്കുന്നത്. അതുപോലെ ഈ യുദ്ധം വിജയിച്ചതിലൂടെയാണ് ബാബർ ഇന്ത്യയിൽ മുഗൾ ഭരണം സ്ഥാപിച്ചത്. ഇത്രയും പോയിൻറ്റ്സ് എന്തായാലും ഓർത്ത് വയ്ക്കുക കേട്ടോ. ഇനി നമുക്ക് ഇപ്പോൾ ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട് അല്ലേ.
അതിൽ പറയുന്നത് എന്താണ്, അത് 1575 തൻ്റെ പുതിയ തലസ്ഥാനമായ ഫത്തേപൂർ സിക്രിയിൽ അക്ബർ ഇബാദത്ത് ഖാന പണി കഴിപ്പിച്ചു. അല്ലേ, അത് ഓർത്ത് വെക്കുക. അക്ബർ ഇബാദത്ത് ഖാന പണി കഴിപ്പിച്ച വർഷം ഏതാണ്? 1575. അത് എവിടെയാണ്? തൻ്റെ പുതിയ തലസ്ഥാനമായ ഫത്തേപൂർ സിക്രിയിലാണ് ഇബാദത്ത് ഖാന പണി കഴിപ്പിച്ചത്. അല്ലേ, ഇവിടെ എന്താണ് പ്രധാനമായിട്ട് നടന്നിരുന്നത്? വിവിധ മതങ്ങളിലെ പണ്ഡിതന്മാരും പ്രമുഖന്മാരും ഇവിടെ ഒത്തുചേർന്നിരുന്നു. അല്ലേ, അതായത് അക്ബർ പിന്തുടർന്നിരുന്ന മതസഹിഷ്ണുതയാണ് ഇത്തരം ചർച്ചകൾക്ക് ഉത്തമ ഉദാഹരണം. ഇവിടെ പറയുന്നത് എന്താണ്? എല്ലാ മതങ്ങളുടെയും നല്ല വശങ്ങൾ കോർത്തിണക്കി അക്ബർ രൂപം കൊടുത്ത ദർശനമാണ് ദിൻ ഇ ലാഹി. അല്ലേ, ദിൻ ഇ ലാഹി, അതായത് എല്ലാവർക്കും സമാധാനം. അല്ലേ, അഥവാ സുൽഹി കുൽ എന്നാണ് ഈ ദർശനത്തിൻ്റെ കാതൽ. ഓർത്ത് വെക്കാട്ടോ. എല്ലാ മതങ്ങളുടെയും നല്ല വശങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് അക്ബർ രൂപീകരിച്ച ദർശനമാണ്. ആ ദർശനത്തിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ എന്താണ് പറയുക? ദിൻ ഇ ലാഹി. അതേപോലെ അതിൻ്റെ അർത്ഥം, അല്ലേ, ആ ദർശനത്തിൻ്റെ കാതൽ എന്ന് പറയുന്നത് എന്താണ്? എല്ലാവർക്കും സമാധാനം. അല്ലേ, എല്ലാവർക്കും സമാധാനം അഥവാ സുൽ ഇ കുൽ എന്നാണ് ഇതിൻ്റെ കാതൽ. എല്ലാ ദർശനങ്ങളും മനുഷ്യരുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ളതാണ് എന്ന ആശയം വ്യക്തമാക്കുന്ന ആയിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. അപ്പോൾ ഇലാഹി എന്ന് പറയുന്നത് എന്തൊക്കെയാണ് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ എഴുതേണ്ടത്? എല്ലാ മതങ്ങളുടെയും നല്ല വശങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് അക്ബർ രൂപം കൊടുത്ത ദർശനമാണ് ദിൻ ഇ ലാഹി എന്ന് പറയുന്നത്. അതേപോലെ എല്ലാവർക്കും സമാധാനം അഥവാ സുൽ ഈ കുൽ എന്നാണ് ഈ ദർശനത്തിൻ്റെ കാതൽ. അതുപോലെ പിന്നെ എന്താണ് എഴുതേണ്ടത്? എല്ലാ ദർശനങ്ങളും മനുഷ്യരുടെ ക്ഷേമത്തിനു വേണ്ടിയുള്ളതാണ് എന്നാണ് ഇതിൻ്റെ ആശയം. ഈ ആശയം വ്യക്തമാക്കിക്കൊണ്ടാണ് അക്ബർ ഇതിന് രൂപം കൊടുത്തത്. അല്ലേ, ഇത്രയും എന്തായാലും ഓർത്ത് വയ്ക്കുക കേട്ടോ. ഇതാണ് ഈ പിക്ചറിൽ കാണിക്കുന്നതാണ് ഫത്തേപൂർ സിക്രി. അക്ബർ പണി കഴിപ്പിച്ച ഫത്തേപൂർ സിക്രിയാണ് ഇത്. നമ്മളിനി നോക്കുന്നത് മുഗൾ സൈന്യമാണ്. അതായത് മുഗൾ കാലഘട്ടത്തിൽ അവരുടെ രാജ്യം വിപുലമാക്കുന്നതിനും അതായത് കുറച്ചും കൂടി വലുതാക്കുന്നതിനും അതേപോലെ അതായത് വിസ്തൃതമാക്കപ്പെട്ട രാജ്യം അതേപടി നിലനിർത്തുന്നതിനും എന്താവശ്യമായിരുന്നു? ശക്തമായിട്ടുള്ള ഒരു സൈന്യം ആവശ്യമായിരുന്നു. ഇതിനു വേണ്ടി അക്ബർ നടപ്പിലാക്കിയ സമ്പ്രദായമാണ് മാൻസബ്ദാരി എന്ന് പറയുന്നത്. അതായത് മാൻസബ്ദാരി സമ്പ്രദായം. അതായത് മുഗൾ കാലഘട്ടത്തിൽ രാജ്യം വിപുലമാക്കപ്പെടുന്നതിനും അതുപോലെ വലുതാക്കപ്പെട്ട രാജ്യം അതേപടി നിലനിർത്തുന്നതിനും എന്താവശ്യമായിരുന്നു? സൈന്യം ആവശ്യമായിരുന്നു. ഇതിനു വേണ്ടി നടപ്പിലാക്കിയ സൈനിക സമ്പ്രദായമാണ് മാൻസബ്ദാരി എന്ന് പറയുന്നത്. ഈ മാൻസബ്ദാരി സമ്പ്രദായം അനുസരിച്ച് ഓരോ ഉദ്യോഗസ്ഥൻ്റെയും കീഴിൽ ഒരു സൈനിക വ്യൂഹം ഉണ്ടായിരിക്കും. അതായത് ഇതിനു വേണ്ടിയിട്ട് ഈ സമ്പ്രദായത്തിൽ ഓരോ ഉദ്യോഗസ്ഥന്മാരെ ഏർപ്പാടാക്കിയിട്ടുണ്ടാകും. ആ ഉദ്യോഗസ്ഥരുടെ കീഴിൽ എന്തുണ്ടായിരിക്കും? ഓരോ സൈനിക വ്യൂഹം ഉണ്ടായിരിക്കും. ഈ ഓരോ ഉദ്യോഗസ്ഥരും നിലനിർത്തേണ്ട കുതിരപ്പടയാളികളുടെ എണ്ണത്തെയാണ് മാൻസബ് എന്ന പദവി സൂചിപ്പിക്കുന്നത്. അതായത് ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ ഓരോന്നിനും കീഴിൽ, അതായത് ഇതിന് ഓരോ ഉദ്യോഗസ്ഥന്മാരുണ്ടായിരിക്കുമെന്ന്. ആ ഉദ്യോഗസ്ഥന്മാർക്ക് നിലനിർത്തേണ്ട കുതിരപ്പടയാളികളുടെ എണ്ണം, അതായത് ചിലപ്പോൾ അവർക്കൊരു 100 പടയാളികളെ നിലനിർത്തണം എന്നുണ്ടാവും. അങ്ങനെ ചിലവർക്ക് മാത്രമാണ് ഇങ്ങനെ നിലനിർത്താൻ പറ്റുള്ളൂ. ചിലപ്പോൾ അതിൽ കുറഞ്ഞൊക്കെ പോകാറുണ്ടാവും. അപ്പോൾ അങ്ങനെ നിലനിർത്തുന്ന എണ്ണത്തെയാണ് മാൻസബ് എന്ന പദവി കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ നിലനിർത്തേണ്ട സൈനികരുടെ എണ്ണത്തിനനുസരിച്ചായിരുന്നു മാൻസബ്ദാരുടെ പദവി നിശ്ചയിച്ചിരുന്നത്. ഇവർക്ക് ഈ ഉദ്യോഗസ്ഥന്മാർക്കും അതായത് ഓരോരോ പദവികളുണ്ട്. അപ്പം കറക്റ്റ് ഇപ്പം നമ്മളിപ്പോൾ പറഞ്ഞു അല്ലേ, ഇത്ര കുതിരപ്പടയാളികളുടെ എണ്ണത്തെ എത്ര നിലനിർത്തേണ്ട കുതിരപ്പടയാളികളുടെ എണ്ണം ഉണ്ടെന്നല്ലേ, അങ്ങനെ കറക്റ്റ് എണ്ണം നിലനിർത്തിയിരുന്നത് അനുസരിച്ചായിരുന്നു അവരുടെ ഓരോ പദവി നിശ്ചയിച്ചിരുന്നത്. അതായത്
സർക്കാർ ഖജനാവിൽ നിന്ന് നേരിട്ട് പണം നൽകി സൈന്യത്തെ നിലനിർത്തുന്നതിന് പകരം ആണ് ഈ സമ്പ്രദായം നടപ്പിലാക്കിയിരുന്നത്. അതായത് സർക്കാർ ഖജനാവിൽ നിന്ന് പണം എടുത്തായിരുന്നു ഇവർ ഈ സൈന്യത്തെ നിലനിർത്തിയിരുന്നത് അല്ലേ. ആ നിലനിർത്തുന്നതിന് പകരമാണ് ഈ സമ്പ്രദായം അതായത് മാൻസബ്ദാരി സമ്പ്രദായം അവർ നടപ്പിലാക്കിയിരുന്നത്. അതുപോലെ തന്നെ ഈ മാൻസബ്ദാരുടെ പദവിക്ക് അനുസരിച്ച് അവർ എന്ത് ചെയ്തിരുന്നു, അവർക്ക് ഓരോ ഭൂമി പതിച്ച് നൽകിയിരുന്നു. ഇപ്പം നമ്മൾ പറഞ്ഞല്ലേ അവർക്ക് ഓരോ പദവി നിശ്ചയിച്ചിരുന്നു അല്ലേ. ആ പദവിക്ക് അനുസരിച്ചാണ് ഇവർക്ക് ഭൂമി പതിച്ച് നൽകിയിരുന്നത്. അതായത് ഇപ്പം ഇങ്ങനെ ഭൂമി പതിച്ച് നൽകിയിരുന്ന ആ ഭൂമി ഉണ്ടല്ലോ, ആ ഭൂമിയിൽ നിന്നുള്ള നികുതി പിരിച്ചെടുത്തിട്ടാണ് ഈ മാൻസബ്ദാർ തൻ്റെ സൈന്യത്തെ നിലനിർത്തിയിരുന്നത്. ഇപ്പം നമുക്ക് കുറച്ച് ഭൂമി പാട്ടത്തിന് അല്ലേ, അതിന് ഭൂമി കിട്ടും. അപ്പം അതിൽ നിന്ന് അവർ നികുതി പിരിക്കും. ആ നികുതി പിരിച്ച് കിട്ടുന്ന പൈസയും കൊണ്ടാണ് ഇവർ ഈ സൈന്യത്തെ നിലനിർത്തിയിരുന്നത്. അതുപോലെ ഭരണം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രമുഖന്മാരുടെയും സൈനികരുടെയും പിന്തുണ ആവശ്യമായിരുന്നു. ഇത്രയാണ് മുഗൾ സൈന്യം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ അല്ലേ. ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. അതായത് ഇതിൽ പ്രധാനമായിട്ടും മാൻസബ്ദാരി സമ്പ്രദായമായിരുന്നു നിലനിന്നിരുന്നത്. അതായത് മുഗൾ കാലഘട്ടത്തിൽ അവരുടെ രാജ്യം വലുതാക്കാൻ വേണ്ടിയിട്ടും അതുപോലെ ഓൾറെഡി വലുതാക്കപ്പെട്ടത് അതേപടി നിലനിർത്താനും വേണ്ടിയിട്ട് ഒരു സൈന്യം ആവശ്യമായിരുന്നു. അങ്ങനെ ആ സൈന്യം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് അക്ബർ നടപ്പിലാക്കിയ സൈനിക സമ്പ്രദായമാണ് മാൻസബ്ദാരി എന്ന് പറയുന്നത്. ഈ മാൻസബ്ദാരി സമ്പ്രദായം അനുസരിച്ച് ഓരോ ഉദ്യോഗസ്ഥന്മാരുടെ കീഴിലും എന്തുണ്ടാവണം, ഒരു സൈനിക വ്യൂഹം ഉണ്ടായിരിക്കും. ഇങ്ങനെ ഓരോ ഉദ്യോഗസ്ഥനും അതുകൂടാതെ ഓരോ ഉദ്യോഗസ്ഥനും നിലനിർത്തേണ്ട കുതിരപ്പടയാളികളുടെ എണ്ണത്തെയാണ് മാൻസബ് എന്ന പദവി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപടി ഇവർ നിലനിർത്തുന്ന സൈനികരുടെ എണ്ണത്തെ അനുസരിച്ചായിരുന്നു ഈ മാൻസബ്ദാരുടെ പദവി നിശ്ചയിച്ചിരുന്നത്. അതുപോലെ ഇതിൻ്റെ ലക്ഷ്യം എന്നുള്ള പറയുന്നത് ഈ സർക്കാർ ഖജനാവിൽ നിന്ന് പണം നേരിട്ട് എടുത്തിട്ടായിരുന്നു ഇവരുടെ സൈന്യത്തെ നിലനിർത്തിയിരുന്നത്. ഇങ്ങനെ ഈ സർക്കാർ ഖജനാവിൽ നിന്ന് പണം നേരിട്ട് ക്കുന്നതിന് പകരമായിട്ടാണ് ഈ മാൻസബ്ദാരി സമ്പ്രദായം അക്ബർ നടപ്പിലാക്കിയത്. അതായത് മാൻസബ്ദാരുടെ പദവിക്ക് അനുസരിച്ച് ചെയ്തിരുന്നു, അവർക്ക് ഭൂമി പതിച്ച് നൽകിയിരുന്നു. നമ്മളിപ്പോൾ പറഞ്ഞിരുന്നില്ലേ അവർക്ക് ഓരോ പദവി നിശ്ചയിച്ചിട്ടുണ്ടെന്ന്. ഈ കുതിരപ്പടയാളികളുടെ എണ്ണം നിലനിർത്തുന്നതിനനുസരിച്ച് ചെയ്തിരുന്നു, അവർക്ക് ഓരോ പദവി നിശ്ചയിച്ചിരുന്നു അല്ലേ. ആ പദവിക്ക് അനുസരിച്ച് അവർക്ക് ഇത്ര ഭൂമി എന്ന് പറഞ്ഞിട്ട് അവർക്ക് വീതിച്ചു കൊടുത്തിരുന്നു. അങ്ങനെ ആ വീതിച്ചു കൊടുത്ത ഭൂമിയിൽ നിന്ന് ചെയ്തിരുന്നു ഇവർ പാട്ടം പിരിച്ചെടുക്കുമെന്ന് പറയുമല്ലോ അല്ലേ. അതായത് നികുതി അല്ലേ. അതായത് നികുതി അവർക്ക് നിശ്ചയിച്ചിരുന്ന ഭൂമിയിൽ നിന്ന് അവർക്ക് ചെയ്യായിരുന്നു, നികുതി പിരിച്ചെടുക്കാമായിരുന്നു അല്ലേ. അങ്ങനെ നികുതി പിരിച്ചെടുക്കുന്ന അതിൽ നിന്നാണ് ഓരോ ഉദ്യോഗസ്ഥന്മാരും അവരുടെ സൈന്യത്തെ നിലനിർത്തി കൊണ്ടുപോയിരുന്നത്. ഇത്രയാണ് മുഗൾ സൈന്യത്തെക്കുറിച്ച് പറയുന്നത്. ഇപ്പോൾ ഏകദേശം മനസ്സിലായെന്ന് തോന്നുന്നു അല്ലേ. ചിലപ്പോൾ മുഗൾ സൈന്യം തന്നെ ചോദിക്കണമെന്നില്ല, ചിലപ്പോൾ മാൻസബ്ദാരി സമ്പ്രദായം എന്താണെന്നൊക്കെ ചോദിക്കും കേട്ടോ. അപ്പം നമ്മൾ ഇപ്പോൾ പറഞ്ഞ അത്രയും കാര്യങ്ങൾ വിശദീകരിച്ച് എഴുതുക കേട്ടോ. ഇനി നമുക്ക് അടുത്തത് നോക്കാം അല്ലേ. ഇനി അടുത്ത് നമുക്ക് മുഗളരുടെ ഭരണരീതിയെക്കുറിച്ചാണ് പറയുന്നത്. അതായത് മുഗൾ കാലഘട്ടത്തിൽ ഭരണ സൗകര്യത്തിനായിട്ട് ചെയ്തിരുന്നു, മുഗൾ രാജ്യത്തെ 4 ക്രമപ്പെടുത്തിയിരുന്നു. എന്തൊക്കെ? സുബ, സർക്ക, പർഗാന, ഗ്രാമം, ഇങ്ങനെ 4 തിരിച്ചിരുന്നു. ആരുടെ കാലത്തായിരുന്നു ഇത്? അക്ബറിൻ്റെ കാലത്താണ് ഇത്തരത്തിലൊരു ഭരണക്രമം വന്നത്. മുഗൾ ഭരണത്തിൽ അക്ബറിൻ്റെ കാലത്താണ് ഇത്തരത്തിലുള്ളൊരു ഭരണക്രമം നിലവിൽ വന്നത്. അതായത് പിന്നെ രാജ്യത്തിൻ്റെ പരമാധികാരിയും സർവ്വസൈന്യാധിപനും നിയമനിർമ്മാതാവും അന്തിമ ന്യായാധിപനും ആരായിരുന്നു? ചക്രവർത്തിയായിരുന്നു കേട്ടോ. രാജ്യത്തിൻ്റെ പരമാധികാരിയും സർവ്വസൈന്യാധിപനും നിയമനിർമ്മാതാവും അതുപോലെ അന്തിമ ന്യായാധിപനും ആരായിരുന്നു? ചക്രവർത്തിയായിരുന്നു.
ഈ മുഗൾ കാലഘട്ടത്തിൽ നമുക്ക് ഇന്നുള്ള പോലത്തെ കോടതികളോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നേരെ കോടതിയിൽ പോയിട്ട് കോടതിയാണല്ലേ അതിന് അന്തിമ വിധി പറയുന്നത്. പക്ഷേ മുഗൾ കാലഘട്ടത്തിൽ എന്തായിരുന്നു, ഇന്നുള്ള പോലെ കോടതികളൊന്നും ഇല്ലായിരുന്നു. പകരം എന്താണ്, തദ്ദേശീയരായ മതപണ്ഡിതന്മാർ അവരാണ് ഇതിന് തീർപ്പ് കൽപ്പിച്ചിരുന്നത്. നിങ്ങൾ കേട്ടിട്ടൊക്കെ ഉണ്ടാവില്ലേ, ചിലപ്പോൾ ഇങ്ങനെ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ, ഇങ്ങനെ ഒരു മതപണ്ഡിതന്മാരോ അല്ലെങ്കിൽ ഗ്രാമമുഖ്യന്മാരൊക്കെ ഓരോ കാര്യത്തിന് ഒത്തുതീർപ്പ് ഉണ്ടാക്കുന്നത്. അതേപോലെ പണ്ട് എന്തായിരുന്നു, ഈ തദ്ദേശീയരായ മതപണ്ഡിതന്മാരാണ് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ തർക്കങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ അത് എന്താണ് കാരണമെന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് അതിന് തീർപ്പ് കൽപ്പിച്ചിരുന്നത് ആരായിരുന്നു, മതപണ്ഡിതന്മാരായിരുന്നു കേട്ടോ. ഈ തീരുമാനത്തിൽ അതൃപ്തി, അതായത് എന്താണ്, ഇപ്പോൾ ഈ മതപണ്ഡിതന്മാർ അന്വേഷണം നടത്തി എന്ത് ചെയ്തിരുന്നു, അതിനൊരു തീർപ്പ് നടപ്പിലാക്കും അല്ലേ. ചിലപ്പോൾ എന്ത് ചെയ്യും, ഈ തീർപ്പിനോട് ചിലവർക്ക് അതൃപ്തി ഉണ്ടാവും അല്ലേ, ഇഷ്ടപ്പെടില്ല. അങ്ങനെ അതൃപ്തിയുള്ളവർക്ക് എന്ത് ചെയ്യായിരുന്നു, ചക്രവർത്തിയോട് നമുക്ക് ഇതിൻ്റെ പരാതി അവർക്ക് നേരിട്ട് പറയാനുള്ള ഒരു അവസരവും പണ്ട് കാലത്ത്, അതായത് മുഗൾ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. പിന്നെ അതുകൂടാതെ ഈ ഭരണകാര്യങ്ങളിൽ രാജാവിന് ഉപദേശം നൽകുന്നതിന് വേണ്ടിയിട്ട് മന്ത്രിമാരെയും അതേപോലെ വകുപ്പ് അധ്യക്ഷന്മാരെയും നിയമിച്ചിരുന്നു. ഇനി നമുക്ക് അടുത്തത് നോക്കാം അല്ലേ. അടുത്തത് ഇനി പറയുന്നത് എന്താണ്, ഈ മുഗൾ സാമ്രാജ്യത്തിൻ്റെ സാമൂഹ്യ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചാണ് പറയുന്നത്. അതായത് അന്ന് നിലനിന്നിരുന്നു, ഫ്യൂഡൽ സാമൂഹ്യ വ്യവസ്ഥയായിരുന്നു മുഗൾ കാലഘട്ടത്തിൽ, മുഗൾ ഭരണകാലത്ത് നിലനിന്നിരുന്നത്. അതുപോലെ സമൂഹത്തിന് ഏറ്റവും അടിത്തട്ടിലുണ്ടായിരുന്നത് സാധാരണക്കാരും അതുപോലെ ഏറ്റവും മുകളിലുണ്ടായിരുന്നത് രാജാവും ആയിരുന്നു കേട്ടോ. സാധാരണക്കാരായിരുന്നു സമൂഹത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിലുണ്ടായിരുന്നതും അതുപോലെ ഏറ്റവും മുകളിൽ ആരായിരുന്നു, രാജാവുമായിരുന്നു നിലനിന്നിരുന്നത്. അതായത് അന്നത്തെ ജനങ്ങളുടെ ജീവിത നിലവാരവും അതുപോലെ വേതനവും അല്ലേ, അവർക്ക് കിട്ടുന്ന വരുമാനത്തെയും ആശ്രയിച്ചായിരുന്നു അവരുടെ ഓരോ ജീവിത രീതി എന്ന് പറയുന്നത് അല്ലേ. അവരുടെ ജീവിത നിലവാരം, അതായത് അന്ന് ജീവിച്ചിരുന്ന ജനങ്ങളുടെ നിലവാരം എന്ന് പറയുന്നത് എന്തായിരുന്നു, അവർക്ക് അന്നന്ന് കിട്ടുന്ന വേതനത്തിൻ്റെയും വരുമാനത്തെയും ആശ്രയിച്ചായിരുന്നു. പണ്ട് കാലത്ത് എന്ന് പറയുന്നത് ഭൂരിഭാഗം ആൾക്കാരും കർഷകരായിരുന്നു. കൃഷി ചെയ്ത് ജീവിച്ചിരുന്ന ആൾക്കാരായിരുന്നു അന്നത്തെ രാജ്യത്തെ ഭൂരിഭാഗം ജനങ്ങളെന്ന് പറയുന്നത്. അവർക്കിടയിൽ ജാതി വ്യവസ്ഥ നിലനിന്നിരുന്നു. അന്നത്തെ കാലങ്ങളിൽ എന്ത് നിലനിന്നിരുന്നു എന്നാണ് പറയുന്നത്, ജാതി വ്യവസ്ഥ നിലനിന്നിരുന്നു. അതായത് ഓരോ ജാതിയിൽപ്പെട്ടവർക്കും അവരുടേതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ടായിരുന്നു. ഇന്നുണ്ട് അല്ലേ, ഓരോരോ ജാതിയിൽപ്പെട്ടവർക്ക് എന്തുണ്ടായിരുന്നു, അവരുടേതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതേപോലെ ഓരോ സ്ഥലത്തെയും ജനങ്ങളുടെ ജീവിത രീതിയെക്കുറിച്ച് അതായത് അവരുടെ ജീവിത രീതി എന്ന് പറയുന്നത് ഓരോ സ്ഥലത്തും ജനങ്ങളുടെ ജീവിത രീതി, ഭക്ഷണം, വസ്ത്രം എന്നിവയിലൊക്കെ വളരെയധികം വ്യത്യാസങ്ങളുണ്ട് അല്ലേ. നമുക്ക് നോക്കിയാൽ അറിയാം, നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഇപ്പം സൗത്തിലെന്നല്ല, ഇപ്പം നമുക്ക് കേരളത്തിലെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിലുള്ള ജീവിത രീതിയും വസ്ത്രവും ഭക്ഷണവും അങ്ങനെ ആയിരിക്കില്ല അല്ലേ. തൊട്ട് മേലെ വല്ല കർണാടകയിലോ ഇപ്പം തൊട്ടടുത്തുള്ള തമിഴ്നാട് പോവുകയാണെങ്കിലും തന്നെ അവരുടെ ഭക്ഷണങ്ങളിലും വസ്ത്രങ്ങളിലും ജീവിത രീതിയിലൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അല്ലേ. അതേപടി പണ്ടും എന്തുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്, ഓരോ സ്ഥലത്തെയും ജനങ്ങളുടെ ജീവിത രീതി, ഭക്ഷണം, വസ്ത്രം എന്നിവയിലൊക്കെ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ അതുകൂടാതെ ബാബർ തൻ്റെ ഓർമ്മക്കുറിപ്പുകളിൽ അക്കാലത്ത് ഇന്ത്യയിൽ നിലനിന്നിരുന്ന തൊഴിൽ വ്യവസ്ഥയെക്കുറിച്ചും ജാതിയെക്കുറിച്ചും രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും കൂടി പറയുന്നുണ്ട്. പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സാമ്പത്തിക പുരോഗതി അല്ലേ. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഭൂരിഭാഗം ആൾക്കാരും
കർഷകരായിരുന്നു എന്ന് പറയുന്നുണ്ട് അല്ലേ. നമ്മുടെ അന്നത്തെ സാമ്പത്തിക പുരോഗതിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണ്? കാർഷിക രംഗത്തെ നേട്ടങ്ങൾ തന്നെയായിരുന്നു. അന്ന് എന്തായിരുന്നു പ്രധാനമായിട്ടുമുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത്? നെല്ല്, ഗോതമ്പ്, ബാർലി, കരിമ്പ്, പരുത്തി, എണ്ണക്കുരുക്കൾ തുടങ്ങിയവയായിരുന്നു പ്രധാനമായിട്ടും കൃഷി ചെയ്തിരുന്നത്. പിന്നെ എന്താണ്? നികുതി കൊടുത്തിരുന്ന കാലം വരെ കർഷകനെ ഭൂമിയിൽ നിന്നും ഒഴിപ്പിച്ചിരുന്നില്ല. അതായത് നമ്മൾ പറഞ്ഞില്ലേ, ഓരോ ഭൂമിക്കും എന്ത് ചെയ്യണമായിരുന്നു? അവർക്ക് പാട്ടം കൊടുക്കണമായിരുന്നു അല്ലേ, നികുതി കൊടുക്കണമായിരുന്നു. അപ്പം ഇപ്പോൾ ഒരു കൊല്ലത്തിലേക്കാണെങ്കിൽ അവർ ആ ഒരു കൊല്ലം വരെ അവർ ആ ഭൂമിക്ക് നികുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അവിടെ ഇഷ്ടമുള്ള കൃഷി അവർക്ക് അവിടെ ചെയ്യാമായിരുന്നു. പക്ഷേ എന്ത് ചെയ്തില്ല, കൊടുക്കാതിരുന്നാൽ, ആ നികുതി അവിടെ കൊടുക്കാതിരുന്നാൽ എന്ത് ചെയ്യാൻ പറ്റില്ലായിരുന്നു? അവർക്ക് അവിടെ കൃഷി ചെയ്യാൻ പറ്റൂലായിരുന്നു. അതുപോലെ മുഗൾ കാലത്ത് സാങ്കേതിക വിദ്യകളുടെയും പുതിയ ഉപകരണങ്ങളുടെയും ഉപയോഗം കാർഷിക മേഖലയെ പുഷ്ടിപ്പെടുത്തി അല്ലേ. അതുപോലെ ജലസേചനത്തിനായിട്ട് ഉപയോഗിച്ചിരുന്നത് എന്താണ്? പേർഷ്യൻ ചക്രവും കനാലും ഒക്കെ വ്യാപകമായിട്ട് ഉപയോഗപ്പെടുത്തിയത് ഈ കാലഘട്ടത്തിലായിരുന്നു. പിന്നെ ഇവിടെ ഒന്ന് പറയേണ്ട അബ്ദുൾ ഫസൽ അല്ലേ, മുഗൾ ഭരണകാലത്തെ മുഖ്യ ചരിത്രകാരനായിരുന്നു. അബുൾ ഫസൽ കേട്ടോ, അബുൾ ഫസൽ. മുഗൾ ഭരണകാലത്തെ മുഖ്യ ചരിത്രകാരനായിരുന്നു അബുൾ ഫസൽ. അക്ബറിൻ്റെ ഉപദേശകനും ജീവചരിത്രകാരനുമായിരുന്നു ഇദ്ദേഹം. അക്ബരി, അക്ബർനാമ എന്നീ ഗ്രന്ഥങ്ങളുടെ കർത്താവാണ് അബുൾ ഫസൽ എന്ന് പറയുന്നത്. ഇതാണ് കേട്ടോ പേർഷ്യൻ ചക്രം എന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് പ്രധാനമായിട്ടും പറയുന്നത് എന്താണ്? വിദേശ ചരക്കുകളുടെ പ്രവേശന കവാടമായിരുന്നു ഗുജറാത്ത് എന്ന് പറയുന്നത്. ഓർത്ത് വെക്കുക, വിദേശ ചരക്കുകളുടെ പ്രവേശന കവാടമായിരുന്നു ഗുജറാത്ത്. അതുപോലെ തുണിത്തരങ്ങൾ, മസ്ലിൻ പട്ട്, പഞ്ചസാര, അരി തുടങ്ങിയവയായിരുന്നു പ്രധാന കയറ്റുമതി ഇനങ്ങൾ എന്ന് പറയുന്നത്. ഗതാഗതം ഇതൊക്കെ ഓർത്ത് വെക്കട്ടെ. ഗതാഗതം കാര്യമായ പുരോഗതി കൈവരിച്ചു. ഗതാഗതവും ഉണ്ടായിരുന്നു. അതുപോലെ അക്കാലത്തെ പ്രധാനപ്പെട്ട നഗരങ്ങളായിരുന്നു ധാക്ക, മുർഷിദാബാദ്, സൂറത്ത്, ലാഹോർ, ആഗ്ര തുടങ്ങിയവയൊക്കെ. ഇത് ഇന്നത്തെ രാജ്യങ്ങൾ, ഇത് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ നഗരങ്ങളാണ്. അത് ഇന്നത്തെ രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ. അത് ഫസ്റ്റ് ധാക്ക ഏതാണ്? ബംഗ്ലാദേശ്. പിന്നെയോ മുർഷിദാബാദ് അല്ലേ. മുർഷിദാബാദ് ഏതിലാണ് ഇപ്പോൾ ഉള്ളത്? പശ്ചിമ ബംഗാളാണ്. അതേപോലെ ലാഹോർ പാകിസ്ഥാനാണ്. സൂറത്ത് ഗുജറാത്തിലാണ്. ആഗ്ര ഉത്തർപ്രദേശിലാണ് കേട്ടോ. അത് ഓർത്ത് വെക്കുക. ഇനി നമുക്ക് സാംസ്കാരിക സമന്വയം നോക്കാം അല്ലേ. സാംസ്കാരിക സമന്വയം, ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇതൊരു പിക്ചറാണ് അല്ലേ. ഇതെന്താണെന്നറിയോ? മുഗൾ ഭരണകാലത്ത് പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട മഹാഭാരതത്തിൻ്റെ പുറംചട്ടയുടെ ഒരു ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മുഗൾ ചക്രവർത്തിയായിരുന്ന ഷാജഹാൻ്റെ മകനായ ദാരാ ഷുക്കോയാണ് ഇത് പരിഭാഷപ്പെടുത്തിയിരുന്നത്. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, മുഗൾ വംശജർ ഇന്ത്യൻ സംസ്കാരമായിട്ട് കൂടിച്ചേർന്നതിൻ്റെ ഒരു ഉദാഹരണമായിട്ടാണ് ഇതിവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് കൂടാതെ വേറെയും കുറേ ഉദാഹരണങ്ങളുണ്ട്. അതിലൊന്നാണ് താഴെ കൊടുത്തിരിക്കുന്ന താജ്മഹാലും പിന്നെ ഇവിടെ തൊട്ട് താഴെ കൊടുത്തിരിക്കുന്നത് ആഗ്ര കോട്ടയം. ഇതൊക്കെ ഇതിനൊരു ഉദാഹരണമായിട്ടാണ് പറയുന്നത്. അതായത് എന്തിൻ്റെയൊക്കെ ഉദാഹരണം എന്നാണ് പറയുന്നത് കണ്ടോ? താജ്മഹൽ, ആഗ്ര കോട്ട, ചെങ്കോട്ട തുടങ്ങിയവ ഇന്ത്യയുടെയും മുഗളന്മാർ ഇവിടേക്ക് കൊണ്ടുവന്ന പേർഷ്യൻ വാസ്തുവിദ്യാ ശൈലിയുടെയും സമന്വയത്തിന് ഉദാഹരണങ്ങളാണ് താജ്മഹൽ, ആഗ്ര കോട്ട, ചെങ്കോട്ട തുടങ്ങിയവയൊക്കെ. അതുകൂടാതെ ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ഭാഗമുണ്ട്. പേർഷ്യൻ
ഹിന്ദി ഭാഷകൾ കൂട്ടിച്ചേർത്ത് പുതിയൊരു ഭാഷ ഉണ്ടാക്കി അല്ലേ? എന്താണ്? ഉറുദു രൂപപ്പെട്ടത് ഇക്കാലത്താണ് അല്ലേ? ഏതൊക്കെ ഭാഷകൾ ചേർന്നാണ് ഉറുദു രൂപപ്പെട്ടത്? പേർഷ്യൻ അതുപോലെ ഹിന്ദി ഭാഷകൾ കൂടിച്ചേർന്നാണ് എന്ത്? ഉറുദു രൂപപ്പെട്ടത്. അതുകൂടാതെ ഹിന്ദുസ്ഥാനി സംഗീതം ഉത്ഭവിച്ചതും ഈ കാലഘട്ടത്തിലാണ്. അതിൻ്റെ 2 ഉദാഹരണങ്ങളാണ് ഇവിടെ ചിത്രസഹിതം കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്തത് വിജയനഗര ഭരണമാണ്. ഇത് നമുക്ക് അടുത്ത ഭാഗത്ത് നോക്കാം കേട്ടോ. ബൈ. ഹായ് കൂട്ടുകാരെ, ഞാൻ ബ്രില്യൻ ബ്രെയിൻ. ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. പുതിയ പാഠങ്ങൾക്കായി ബ്രില്യൻ ബ്രെയിൻ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത ക്ലാസ്സിൽ വീണ്ടും